ഞാനും നിങ്ങളോടൊപ്പം നല്ലൊരു ആഘോഷവും ഈ താരം കണ്ടിട്ടും ക്രിസ്മസിന്റെ സന്തോഷം പങ്കെടുക്കാനാണ് എത്തിയിരിക്കുന്നത്. പക്ഷെ ആ നിഗ്രഹിക്കാൻ കഴിവില്ലാത്തവരെ ഭയപ്പെടുന്നതിന് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയാറുള്ള ഒരു കഥ. നല്ല കാര്യങ്ങൾ പാവങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും ക്ഷീണിച്ചവരെ ബലപ്പെടുത്തുന്നതിനുമാണ് ഞാൻ വന്നത്. ദരിദ്രന്മാരെ ആശ്വസിപ്പിക്കാനും സഹായിക്കട്ടെ. മാലാഖമാർ അതിന്റെ അർത്ഥമാണ് നമ്മൾ ഈ കാലം ഞാനും നിങ്ങളോടൊപ്പം നല്ലൊരു ആഘോഷവും ഈ താരം കണ്ടിട്ടും ക്രിസ്മസിന്റെ സന്തോഷം പങ്കെടുക്കാനാണ് എത്തിയിരിക്കുന്നത്. പക്ഷെ ആ സ്ഥലത്തിൽ മൃഗങ്ങളുടെ ഇടയിൽ ജനിച്ച്
അദ്ദേഹം ദൈവത്തിൻ്റെ മകനായിട്ട് ലോകത്തെ രക്ഷിക്കാൻ എത്തുമ്പോൾ നമുക്ക് ഈ രാജ്യത്തിൽ ആ സന്ദേശം കേൾക്കുന്ന സമയം വീണ്ടും വന്നിട്ടില്ലേ? ഇപ്പോൾ ക്രിസ്മസിന്റെ സമയം ഇന്ന് ഈ കാലത്തിൽ നമ്മുടെ രാജ്യത്തിലെല്ലാം സംഭവിക്കുമ്പോൾ ക്രിസ്മസിന്റെ സന്ദേശം നമ്മുടെ ഭാരതനും അപ്പൂപ്പനും ഒക്കെ എപ്പോഴാണ് ഇവിടെയാണ് ജനിച്ചിരിക്കുന്നത്, ഈ ഡേറ്റിലാണ് ജനിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവർക്കും എത്ര കഥകൾ കേട്ടിട്ടുണ്ടാവും. മോദി സർക്കാരിന്റെ സ്വന്തം മന്ത്രി ഒരു ആർമി ചീഫായിരിക്കുന്ന സമയത്ത് കോടതി പോയി പറഞ്ഞത് എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, ആർമി എന്റെ ജന്മദിനം എഴുതിയെടുക്കുന്നത് തെറ്റിയതാണ്, സ്കൂളിൽ പോയപ്പോൾ എന്റെ അമ്മാമൻ തെറ്റിയ ഡേറ്റ് കൊടുത്തു പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഒരു മന്ത്രിക്കും കൂടി തെളിവ് കാണിക്കാൻ സാധിക്കാത്തൊരു ഒരു കാര്യം. വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പ്രസംഗിച്ചത് പറഞ്ഞു, ഞാൻ അഭിമാനത്തോടെ ഇങ്ങനെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു. എല്ലാ രാജ്യങ്ങളും എല്ലാ മതത്തിന്റെയും ഈ പെർസിക്യൂഷൻ എന്താണ് രാജ്യത്തിൽ അവർ പറയുന്നു, എല്ലാവരും വന്നോട്ടെ, പക്ഷെ ഒരു മതത്തിന്റെ പേര് ഞങ്ങൾക്ക് ഈ രാജ്യത്ത് വേണം. ആ സ്ഥിതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര യുവാക്കളും സാധാരണക്കാരും പാതിയിൽ ഇറങ്ങിയിട്ട് അവരുടെ മാന്യതയും മനുഷ്യത്വത്തിന്റെ പേരിൽ അതിൽ നിൽക്കുന്നു. എനിക്കറിയാം, നമ്മളുടെ സംസ്ഥാന സർക്കാർ പ്രതിപക്ഷം കൂടി ഒരുമിച്ചിട്ടാണ്. പക്ഷെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ള മഹാമാരി, പ്രളയം, മണ്ണിടിച്ചിൽ, മലിനീകരണത്തിന്റെ വലിയ ദുരന്തങ്ങൾ, അവയൊക്കെ ഈ ദേവാലയം കാട്ടിയ വിശേഷപ്പെട്ട പ്രവർത്തകന്മാർ കാട്ടിയ വളരെ വളരെ ബൈബിളിലെ
ആവശ്യക്കാരനുമായിരുന്നു. ആവശ്യമില്ലാത്തവൻ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സമർത്ഥിക്കാനാണ് ദേഹത്തെ അല്ലാതെ ദേഹിയെ നിഗ്രഹിക്കാൻ കഴിവില്ലാത്തവരെ ഭയപ്പെടുന്നതെന്ന് നല്ല കാര്യങ്ങൾ പാവങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ക്ഷീണിച്ചവരെ ബലപ്പെടുത്തുന്നതിനുമാണ് ഞാൻ വന്നത്. ദരിദ്രന്മാരെ ആശ്വസിപ്പിക്കാനായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയാറുള്ള ഒരു മാവിൻ ചുവട്ടിൽ മൂത്തു പഴുത്ത മാമ്പഴം വീണ് കിടക്കുന്നു. ഒരുവൻ അവിടെ വന്ന് ചിന്തിക്കുന്നു, ഈ മാവിന് ഇലകൾ എത്ര, ഉയരം എത്ര? വധുക്കൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയാണ് ജീവിച്ചത് ജീവത്യാഗം. ദേവാലയങ്ങളിൽ പോലും കടന്നുകയറിയ കള്ളക്കച്ചവടക്കാർ മാനവ സ്നേഹത്തിന്റെ സന്ദേശമായിരുന്നു യേശു നിരന്തരം അരുളി ചെയ്തത്. നിങ്ങൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്നിന് നഷ്ടപ്പെട്ടു പോയാൽ ബാക്കി 99 വിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ തിരക്കി പോവുക എന്നാണ് ക്രിസ്തു നമ്മോട് പറഞ്ഞത്. ഞങ്ങളുടെ കൂടെ 99 ആടുകൾ ഉണ്ടല്ലോ എന്ന് കരുതി സമാധാനിച്ചിരിക്കാനല്ല. അതിന്റെ ആന്തരികമായ അർത്ഥതലം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ക്രിസ്തുവിനെ നമുക്ക് അടുത്തറിയാനാകൂ. എന്റെ പിന്നാലെ വന്നാൽ ധനമോ സ്ഥാനമാനങ്ങളോ ലഭിക്കുകയില്ല. നിനക്ക് ഭൗതിക ലാഭങ്ങളൊന്നും ലഭിക്കുകയില്ല. ക്രിസ്തു അരുളി ചെയ്ത വാക്കുകളാണിത്. ഭൗതിക നേട്ടങ്ങൾക്ക് ഉപരിയാണ് നന്മകളെന്ന് തിരിച്ചറിഞ്ഞവർ യേശുക്രിസ്തുവിനെ അനുഗമിച്ചുവെന്ന് ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ജനനം മുതൽ തന്നെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയായിരുന്നു യേശുക്രിസ്തുവിന്റെ പ്രയാണം. പ്രിയമുള്ളവരെ, കൂടി വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, കൂടി വന്നിരിക്കുന്ന ഈ വായിച്ചു കേട്ടത് തിരുവചനം. ഈ തിരുവചനങ്ങളാൽ നമ്മുടെ കാലദീപവും പാതയ്ക്ക് പ്രകാശമായി തീരുമാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്ക് മുൻപ് ഒരു കാര്യം